സമവായങ്ങളോ ചർച്ചകളോ സമ്മർദ്ദതന്ത്രങ്ങളോ ഒന്നും വിലപ്പോയില്ല. 2020 ലോകകപ്പിന് ബംഗ്ലാദേശ് ഉണ്ടാകില്ലെന്ന് ഉറപ്പായി. ഇന്ത്യയിൽ നിശ്ചയിച്ച ലോകകപ്പ് മത്സരങ്ങളിൽ കളത്തിലിറങ്ങാൻ ഒരുക്കമല്ലാത്തതിനാൽ ബംഗ്ലാദേശിനു പകരം സ്കോട്ട്ലൻഡിനെ റീപ്ലേസ് ചെയ്യുന്നുവെന്ന് ICC അംഗങ്ങൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ സ്കോട്ട്ലൻഡിന് മനസ്സിൽ ലഡ്ഡുപൊട്ടിയെന്ന് പറയാം. കാരണം ടീമുകളുടെ എണ്ണം 20 യോഗ്യത നേടാനാകാത്തതിൻ്റെ സങ്കടത്തിലായിരുന്നു അവർ. യൂറോപ്പിൽ നിന്നും സർപ്രൈസ് എൻട്രിയായി ഇറ്റലി ഇടം പിടിച്ചതോടെയാണ് സ്കോട്ട്ലൻഡിന് പുറത്തേക്കുള്ള പാതയൊരുങ്ങിയത്. ഗ്രൂപ്പ് സിയിൽ ഇംഗ്ലണ്ട്, ഇറ്റലി, നേപ്പാൾ, വിൻഡീസ് എന്നിവർക്കൊപ്പമാണ് സ്കോട്ട്ലൻഡിൻ്റെ സ്ഥാനം. 2009 സിംബാബ്വെ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇംഗ്ലണ്ടിൽ നടന്ന 2020 ലോകകപ്പ് ബഹിഷ്കരിച്ചിരുന്നു. അന്നും റീപ്ലേസ്മെൻറ്റ് ഭാഗ്യം ലഭിച്ചത് സ്കോട്ട്ലൻഡിന് തന്നെ. ഒരർത്ഥത്തിൽ ബംഗ്ലാദേശിൻ്റെ ഈ പോക്കിൽ ഏറ്റവും സന്തോഷിക്കുന്നത് പാകിസ്ഥാനാണ്. കാരണം ഏറെക്കാലമായി തങ്ങൾ ഒറ്റയ്ക്ക് ഇന്ത്യക്കെതിരെ നടത്തുന്ന പോരിൽ പുതിയൊരു കൂട്ടാളിയെ കിട്ടിയ സന്തോഷത്തിലാണവർ. ബംഗ്ലാദേശ് കളിക്കില്ലെന്ന് ഉറപ്പായതോടെ തങ്ങൾ പങ്കെടുക്കുന്ന കാര്യവും സംശയത്തിലാണെന്നാണ് പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയുമായ മൊഹ്സിൻ നഖ്വി പറയുന്നത്. ബംഗ്ലാദേശിനോട് ചെയ്തത് അനീതിയാണെന്നും ICCക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്നും പറഞ്ഞ നഖ്വി പാകിസ്ഥാൻ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് പ്രതികരിച്ചതിങ്ങനെ: ഞങ്ങൾ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് പറയേണ്ടത് പാകിസ്ഥാൻ ഗവൺമെൻറ്റാണ്. നിലവിൽ പാക് പ്രധാനമന്ത്രി രാജ്യത്തില്ല. അദ്ദേഹം തിരിച്ചു വന്നാലേ അന്തിമ തീരുമാനം പറയാൻ പറ്റൂ. തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. ഞങ്ങൾ അനുസരിക്കുക സർക്കാരിനെ മാത്രമാകും, അല്ലാതെ ICC ആകില്ല, നഖ്വി പറഞ്ഞു. ബംഗ്ലാദേശ് പിന്മാറുന്നത് പോലെയല്ല തങ്ങൾ പിന്മാറിയാലെന്ന് പാകിസ്ഥാൻ അറിയാം. കാരണം ICCയുടെ പ്രധാന റവന്യൂ ജനറേഷനുകളിലൊന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളാണ്. ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഏറ്റുമുട്ടാത്ത 2007 കരീബിയൻ ലോകകപ്പ് നൽകിയ ദുരനുഭവം ICC ഇനിയും മറന്നിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ പരമാവധി ഉറപ്പാക്കുന്ന രീതിയിലാണ് ICC മത്സരങ്ങളടക്കം ഷെഡ്യൂൾ ചെയ്യുന്നത്. പാകിസ്ഥാനെ പിണക്കാതിരിക്കാനാണ് ഹൈബ്രിഡ് മോഡലിന് പോലും ICC തയ്യാറായത്. പാകിസ്ഥാന്റെ മത്സരങ്ങൾ നിലവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ലങ്കയിലാണ്. പാകിസ്ഥാനുമായി ഏറ്റുമുട്ടാൻ ആതിഥേയരായ ഇന്ത്യക്കടക്കം ലങ്കയിലേക്ക് പോകണം. പാകിസ്ഥാന് വേണ്ടി ഇത്രയും ഫേവറുകൾ ചെയ്തിട്ടും ബഹിഷ്കരിക്കാനാണ് തീരുമാനമെങ്കിൽ കടുത്ത നടപടികൾ തങ്ങൾ എടുക്കുമെന്ന് ICC തിരിച്ചടിച്ചതായി വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റിന് മേൽ അടിമുടി ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ICC സ്റ്റാൻഡ്. ഒരു വിദേശ താരത്തെയും പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കാൻ അനുവദിക്കില്ല എന്നതാണ് മറ്റൊന്ന്. ICCയുടെ ഒരു ഫണ്ടും പാക് ബോർഡിന് നൽകിയേക്കില്ല. ഏഷ്യാ കപ്പിൽ നിന്നും പുറത്താക്കും. പാകിസ്ഥാനുമായുള്ള എല്ലാ അന്താരാഷ്ട്ര പരമ്പരകളും ക്യാൻസൽ ചെയ്യുമെന്നിങ്ങനെയുള്ള വാണിങ്ങുകൾ ICC നൽകിയിട്ടുണ്ട്. അഥവാ പാകിസ്ഥാൻ പിന്മാറുകയാണെങ്കിൽ പാക് ക്രിക്കറ്റ് ബോർഡ് പിന്നീട് എടുക്കാൻ പോലും ഉണ്ടാകില്ല. ഇതിനെയൊന്നും അതിജീവിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുമില്ല എന്ന് പാകിസ്ഥാനും അറിയാം. ബംഗ്ലാദേശിനൊപ്പം നിൽക്കണമെന്ന വികാരം പാകിസ്ഥാനിലെ ഒരു വിഭാഗത്തിനുണ്ട്. മുൻ പാക് ക്രിക്കറ്റ് ക്യാപ്റ്റൻ റഷീദ് ലത്തീഫി അഭിപ്രായം പരസ്യമായി പങ്കുവച്ചിരുന്നു. പാകിസ്ഥാനിലേക്ക് സുരക്ഷാ കാരണങ്ങളെ ചൊല്ലി ഇന്ത്യ വരുന്നില്ല എന്നത് അംഗീകരിച്ച ICCക്ക് സ്ഥിരമായ ഒരു നിലപാടുമില്ല എന്നാണ് ഷഹീദ് അഫ്രീദി പ്രതികരിച്ചത്. മുൻ പാക് കോച്ചും ഓസീസ് താരവുമായ ജേസൺ ഗില്ലസ്പിയും ഇതേ അഭിപ്രായക്കാരനാണ്. മുമ്പ് ചാമ്പ്യൻസ് ട്രോഫിയുടെ സമയത്ത് UAEയിൽ ഇന്ത്യ ഒരേ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനെതിരെ ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ താരങ്ങളുടെ ഭാഗത്ത് നിന്നെല്ലാം വിമർശനങ്ങളുണ്ടായിരുന്നു. എന്നാൽ ബംഗ്ലാദേശ് വിഷയത്തിൽ പാകിസ്ഥാൻ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും ICCക്ക് ഒപ്പം തന്നെയാണ്. അതിനിടയിൽ പാകിസ്ഥാൻ ബഹിഷ്കരിക്കാനൊരുങ്ങുന്നു എന്ന വാർത്ത വന്നതു മുതൽ മറ്റൊരു കൗതുകം കൂടി പരക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ബഹിഷ്കരിച്ചപ്പോൾ പകരം വന്നത് സ്കോട്ട്ലൻഡാണ്. അതുപോലെ പാകിസ്ഥാന് പകരം ആര് വരും എന്നതാണ് ചോദ്യം. റാങ്കിംഗ് മാനദണ്ഡ പ്രകാരം ചാൻസ് ഉഗാണ്ടക്കാണ്. നിലവിൽ 21ാം റാങ്കിലുള്ളത് ഉഗാണ്ടയാണ്. പാകിസ്ഥാൻ പങ്കെടുക്കാതെ ഇന്ത്യയും ഉഗാണ്ടയും തമ്മിൽ ഒരു ലോകകപ്പ് മത്സരം നടന്നാൽ ICCക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് റഷീദ് ലത്തീഫ് പ്രതികരിച്ചത്. ലോകകപ്പ് ബഹിഷ്കരിച്ചാലും ഇല്ലെങ്കിലും തങ്ങൾ ബംഗ്ലാദേശിനൊപ്പം നിൽക്കുകയാണെന്ന സന്ദേശം നൽകലാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യമെന്നുറപ്പ്. കൂടാതെ ഇന്ത്യയുടെ പവറിനെ ചാലഞ്ച് ചെയ്യുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും അവർക്കുണ്ട്. പക്ഷേ ഓൾറെഡി വേദി ലങ്കയിലേക്ക് മാറ്റി നൽകിയിട്ടും ബഹിഷ്കരണം പ്രഖ്യാപിച്ചാൽ സ്വയം പരിഹാസ്യരാകുമെന്നും പാകിസ്ഥാൻ അറിയാം. കൂടെ ബഹിഷ്കരണം എന്നത് ഇരു കൂട്ടർക്കും നഷ്ടക്കച്ചവടമാണ്. കോടികളുടെ സാമ്പത്തിക നഷ്ടം വരുത്താൻ മാത്രം സ്നേഹം പാകിസ്ഥാനോട് ബംഗ്ലാദേശിനോടുണ്ടോ എന്ന് കണ്ടറിയണം. ലോകകപ്പ് ബഹിഷ്കരണം എന്ന തീരുമാനത്തിലൂടെ ബംഗ്ലാദേശിന് നഷ്ടം 240 കോടിയോളം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ 60% വരും ഇത്. കൂടാതെ ഇന്ത്യയുമായുള്ള ബൈലാറ്ററൽ പരമ്പരകൾ റദ്ദാക്കുക, ICC ഇവൻറ്റുകൾ ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള കനത്ത നഷ്ടങ്ങളും സംഭവിക്കും. ബംഗ്ലാദേശിനെതിരെ ICC എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്നും ഇനി കണ്ടറിയണം. വേദി മാറ്റൽ ക്രിക്കറ്റിൽ സാധാരണമാണെങ്കിലും ബഹിഷ്കരണങ്ങൾ ക്രിക്കറ്റിൽ അസാധാരണം തന്നെയാണ്. 2003 റോബർട്ട് മുഗാബെയുള്ള രാഷ്ട്രീയ കാരണങ്ങളാൽ ഇംഗ്ലണ്ട് സിംബാബ്വേയിലെ മത്സരങ്ങൾ മാത്രം ബഹിഷ്കരിച്ചിരുന്നു. ഇതേ ലോകകപ്പിൽ ന്യൂസിലാൻഡ് കെനിയയിൽ സുരക്ഷാ കാരണങ്ങളെ ചൊല്ലിയും കളിച്ചില്ല. ഫലത്തിൽ ഇരു ടീമുകളുടെയും എതിരാളികൾക്ക് ICC ജയത്തിന് തുല്യമായ പോയിന്റ് നൽകി. ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ഘട്ടം കടന്നില്ല. കെനിയ സെമി വരെ മുന്നേറുകയും ചെയ്തു.
1996 ലോകകപ്പിൽ ലങ്കൻ സിവിൽ വാറിനെ തുടർന്ന് ഓസ്ട്രേലിയയും വിൻഡീസും ലങ്കയിൽ കളിച്ചിരുന്നില്ല. ഫലത്തിൽ വാക്കോവർ കിട്ടിയ ലങ്ക ഗ്രൂപ്പിൽ ഒന്നാമതെത്തുകയും ചെയ്തു. 2009 ഇംഗ്ലണ്ടിൽ നടന്ന 2020 ലോകകപ്പ് സിംബാബ്വെ ബഹിഷ്കരിച്ചതാണ് മറ്റൊന്ന്. എന്തായാലും കളത്തിലേറെ കളികൾ നടക്കുന്നത് കളത്തിന് പുറത്താണ്. പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.